വയസ്സുകാരന് ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ജപ്പാൻ ജ്വരം എന്ന് നിങ്ങൾക്കറിയാമോ? നമസ്കാരം, ഞാൻ ഡോക്ടർ മെറിൻ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരം അതൊരു വൈറസ് രോഗമാണ്. കൊതുകുകൾ പരത്തുന്ന ധാരാളം അസുഖങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവയിൽ ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയവ നമ്മൾക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസും അതുപോലെ തന്നെ കൊതുക് പരത്തുന്ന ഒരു അസുഖമാണ്. ക്യൂലെക്സ് ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ അസുഖം പരത്താൻ കാരണമാകുന്നത്. പന്നികളിലും ചിലയിനം പക്ഷികളിലും കാണപ്പെടുന്ന ഈ വൈറസ് അവയിൽ നിന്ന് കൊതുകിലേക്കും കൊതുക് കടിക്കുന്നത് വഴി മനുഷ്യരിലേക്കും പടരുന്നു. എന്നാൽ കൊതുക് കടിയേറ്റ് 5 മുതൽ 15 ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. നേരിയ പനി, തളർച്ച, തലവേദന തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. മസ്തിഷ്ക ജ്വരം ബാധിച്ചാൽ കടുത്ത പനി, ശക്തമായ തലവേദന, അപസ്മാരം, നെക്ക് സ്റ്റിഫ്നെസ്, മയക്കം എന്നിവ പ്രകടമായേക്കാം. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നവരിൽ 30% വരെയാണ് മരണനിരക്കെന്ന് WHO കണക്കാക്കുന്നു. എന്നിരുന്നാലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ അസുഖം പകരില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരത്തിന് പ്രതിരോധ കുത്തിവെപ്പ് ലഭ്യമാണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് പരത്തുന്ന ക്യൂലെക്സ് കൊതുകുകൾ പെറ്റുപെരുകുന്നത് വെള്ളക്കെട്ടുകളിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങളിലും ഒക്കെയാണ്. അതിനാൽ തന്നെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലുമാണ് ഇതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് ലഭ്യമാക്കിയിരിക്കുന്നത്. 9 മാസമുള്ള കുട്ടികൾക്കും 16 മുതൽ 24 മാസം വരെയുള്ള കുട്ടികൾക്കും 2 ഡോസായിട്ടാണ് ഈ വാക്സിൻ നൽകുന്നത്. സാധാരണ വാക്സിനോടൊപ്പം ആണ് ഈ വാക്സിൻ ആ സമയങ്ങളിൽ നൽകുന്നത്. ജപ്പാൻ ജ്വരം ഒഴിവാക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം കൊതുക് കടി ഏൽക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. കൊതുക് കടി ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്നാമതായി തന്നെ നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. അതായത് വീടിനും പരിസരത്തും എന്തെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ട്യൂബുകൾ, പാത്രങ്ങൾ, ചിരട്ടകൾ, ടയറുകൾ അങ്ങനെ എന്തിലെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിൽ അത് ഒഴിച്ചു കളയുക. അതുപോലെ തന്നെ വീടിന്റെ ജനലുകളും വാതിലുകളും കൊതുക് കയറാത്ത വിധം സ്ക്രീൻ അല്ലെങ്കിൽ നെറ്റ് കൊണ്ട് മറച്ച് സൂക്ഷിക്കുക. പന്നി വളർത്തൽ കേന്ദ്രങ്ങൾക്കും കന്നുകാലി ഫാമുകൾക്കും പാടശേഖരങ്ങൾക്കും ഒക്കെ അടുത്ത് താമസിക്കുന്നവർക്ക് ഈ അസുഖം വരുവാനുള്ള സാധ്യത കൂടുതലായതിനാൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അന്തരീക്ഷത്തിൽ കീടനാശിനി സ്പ്രേകൾ കൊതുക് നശീകരണത്തിനായുള്ളത് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പിന്നെ ക്യാമ്പിങ്ങിനും മറ്റും പോകുന്നവർ എപ്പോഴും കൊതുക് വല കയ്യിൽ കരുതുവാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ ഒരിക്കലും സ്വയം ചികിത്സിക്കുവാൻ നിൽക്കരുത്. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ആവശ്യമുള്ള ചികിത്സ സ്വീകരിക്കുക. കൊതുക് പെറ്റുപെരുകുന്നത് ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഓർക്കുക, പ്രതിരോധം